രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 33ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക കൗൺസിലിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ചാണ്. 1962 ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് ഗൗദത്ത് മാത്ര എക്ലേസിയ എന്ന പ്രഭാഷണത്തിലൂടെ 21 യോഹന്നാൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തത്. അന്ന് പത്രമാസികകളിലൂടെ മാത്രമല്ല ലോകജനത ഈ ഉദ്ഘാടന സമ്മേളനത്തെക്കുറിച്ച് അറിഞ്ഞത്. ടെലിവിഷൻ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ഒരുപാട് മനുഷ്യർ ഈ ചരിത്ര സംഭവം ടെലിവിഷനിൽ കാണുന്നതിനും കേൾക്കുന്നതിനിടയായി. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഉദ്ഘാടന സമ്മേളനം ലോക ജനതയുടെ മനസ്സിൽ അന്ന് വലിയൊരു സംഭവമായി നിലകൊണ്ടു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് 21 യോഹന്നാൻ മാർപ്പാപ്പ സംസാരിച്ചു. എന്ന് കൗൺസിൽ അവസാനിക്കുമെന്ന് പറയാനാകില്ല. ക്രിസ്മസിന് മുമ്പ് അവസാനിച്ചില്ല എങ്കിൽ മറ്റൊരു സമ്മേളനം കൂടി ആവശ്യമാകുമെന്ന് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ കൗൺസിൽ തുടങ്ങാനായിട്ട് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എങ്കിലും ഉദ്ദേശിച്ച സമയത്തിന് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ഒരു സമ്മേളനം കൂടിയല്ല, മറ്റ് 3 സമ്മേളനങ്ങൾ കൂടി ഈ കൗൺസിലിന് ആവശ്യമായി വന്നു. 3 വർഷങ്ങൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടർന്നു. 1965 ഡിസംബർ 8-ാം തീയതിയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അവസാനിക്കുന്നത്. അതിനിടയിൽ 21 യോഹന്നാൻ മാർപ്പാപ്പ ദിവംഗതനായി. പോൾ 6 മാർപ്പാപ്പ കൗൺസിൽ തുടരുകയും ചെയ്തു. ഈ കൗൺസിലിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മാർപ്പാപ്പ പറഞ്ഞ പ്രസംഗത്തിന് വിവിധ കമ്മീഷനുകൾ രൂപീകരിച്ചെടുത്ത നിർദ്ദേശങ്ങളുമായോ ആശയങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ലായിരുന്നുവെന്നതാണ് വസ്തുത. മെത്രാന്മാർ, ദൈവശാസ്ത്രജ്ഞർ ഒക്കെ ഈ കൗൺസിലിൽ പങ്കെടുത്തവർ ചിന്തിച്ചു, ഈ കൗൺസിൽ എവിടെ ചെന്ന് അവസാനിക്കാനാണ്, ഈ കൗൺസിലിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. വിവിധ പ്രഗത്ഭരായ വ്യക്തികൾ മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം തയ്യാറാക്കിയ വിഷയങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ മാർപ്പാപ്പയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് എന്ന് ചിന്തിച്ച ആ അവസരത്തിൽ മാർപ്പാപ്പായുടെ ഏറ്റവും പ്രിയപ്പെട്ട കർദിനാളന്മാരിൽ ഒരാളെന്ന് പറയപ്പെടുന്ന കർദിനാൾ ബേയ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഒരു മെമ്മോറാണ്ടം 21 യോഹന്നാൻ മാർപ്പാപ്പയുടെ പക്കൽ ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചു. ഈ മെമ്മോറാണ്ടത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: കമ്മീഷനുകൾ തയ്യാറാക്കിയ രേഖയുടെ വെളിച്ചത്തിലല്ല രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് പോകേണ്ടത്, മാർപ്പാപ്പ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ആശയങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള മെമ്മോറാണ്ടം ആയിരുന്നു. പിന്നീട് കർദിനാൾ മുണ്ടീനി, മിലാൻ്റെ ആർച്ച് ബിഷപ്പായിരുന്ന ബാപ്റ്റിസ്റ്റ മുണ്ടീനി, പിന്നീട് അദ്ദേഹം പോൾ 6 മാർപ്പാപ്പയായി. അദ്ദേഹവും മാർപ്പാപ്പയുടെ മുമ്പിൽ ഒരു നിവേദനം അവതരിപ്പിച്ചു. അതിതാണ് സഭ എന്ന ആശയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു കൗൺസിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്ന്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ 1962 ഒക്ടോബർ 28-ാം തീയതി കൗൺസിലിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു വോട്ടിട്ടിട്ട് കൗൺസിൽ പിതാക്കന്മാരെല്ലാവരും അംഗീകരിച്ച് ഒരു പ്രസ്താവന, ഒരു രേഖ മാർപ്പാപ്പ നൽകി, അല്ലെങ്കിൽ കൗൺസിൽ നൽകി. അതിൽ കൗൺസിലിൻ്റെ ലക്ഷ്യങ്ങൾ സഭയുടെ നവീകരണമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതുകൊണ്ട് 21 യോഹന്നാൻ മാർപ്പാപ്പ ഉദ്ദേശിച്ചതും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതും സഭയ്ക്ക് ആവശ്യമുള്ളതുമായ അതേ ലക്ഷ്യത്തിലേക്ക് കൗൺസിൽ നീങ്ങി തുടങ്ങി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.